26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സാധാരണക്കാർക്ക് തിരിച്ചടി, ആശങ്കയിലാണ് മലയാളികൾ. സംസ്ഥാനത്ത് പൊതുവിപണിയിൽ അരിവില വർദ്ധിച്ചു. അരിവില വർധനവിൽ വ്യാപാര മേഖലയിലും ആശങ്കയുണ്ട്. ഒരു രക്ഷയുമില്ല. ഇനി എല്ലാം തലകീഴായി മറിയും. അരി, പാൽ, മുട്ട, ഇറച്ചി, റീചാർജ്, സ്വർണം, പെട്രോൾ തുടങ്ങി കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് വിലക്കയറ്റം. പോരാത്തതിന് ഇപ്പോൾ ഇതാ ജീവിതം തന്നെ മുട്ടിക്കുന്ന തരത്തിൽ അരിവിലയും വർദ്ധിക്കുന്നു. രാജ്യത്ത് പണപ്പെരുപ്പം രൂക്ഷമാകുന്നതിന്റെ സൂചന നൽകിയാണ് ഇങ്ങനെ ചില്ലറ വ്യാപാര മേഖലയിലെ വിലക്കയറ്റം ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. മലയാളികളുടെ കഞ്ഞുകുടി മുട്ടിച്ചാണ് ഇപ്പോൾ കേരളത്തിലും അരിയുടെ വിലക്കയറ്റം. സംസ്ഥാനത്ത് അരിവില റെക്കോർഡിലേക്കുള്ള കുതിപ്പാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ജയ, കുറുവ, പൊന്നി അരികളുടെ വിലയാണ് സർവകാല റെക്കോർഡിലേക്ക് മത്സരിക്കുന്നത്. വരും ദിവസങ്ങളിലും വില കുത്തനെ ഉയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. കിലോയ്ക്ക് 4 മുതൽ 10 രൂപ വരെയാണ് ഇപ്പോൾ അരിവില വർദ്ധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അരിവില കൂടാൻ കാരണമായി വിദഗ്ധർ പറയുന്നത് സംസ്ഥാന സർക്കാർ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതും വിപണി വില നിയന്ത്രണ സംവിധാനം നോക്കുകുത്തിയായി പോയതുകൊണ്ടാണ് ഇത്തരത്തിലെ മാറ്റം. മട്ട, ജയ, സുരേഖ തുടങ്ങിയവയ്ക്കാണ് കുത്തനെ വില കൂടിയിരിക്കുന്നത്. ബിരിയാണി അരിക്കും രക്ഷയില്ല. വില കിലോയ്ക്ക് 115 നിന്ന് 220 രൂപയായി വർദ്ധിച്ചു. പച്ചരി വില കിലോയ്ക്ക് 50 നിന്നും 60 രൂപയായി കൂടി. സംസ്ഥാന വിപണിയിലേക്കുള്ള 60% അരി എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ബ്രാൻഡഡ് അരി വില 150% വരെ വർദ്ധിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. പാലക്കാടൻ മട്ടരി വില കിലോയ്ക്ക് 60 മുതൽ 70 രൂപയായി. സുരേഖ അരിക്കാകട്ടെ കിലോയ്ക്ക് 30 രൂപ മുതൽ 40 രൂപ വരെയായിരുന്നു ഇതുവരെയുള്ള വില. എന്നാൽ ഇപ്പോൾ വിപണിയിൽ 48 മുതൽ 52 രൂപയ്ക്ക് വരെയാണ് അരി കിട്ടുന്നത്. ജയ, കുറുവ, ചെമ്പാള, പൊന്നി, ബസ്മതി തുടങ്ങിയ അരി ഇനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചു. കിലോയ്ക്ക് 55 മുതൽ 90 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഇതുകൂടാതെ യുദ്ധ സാഹചര്യം പറഞ്ഞ് അരി വിപണിയിൽ കൃത്രിമ വില വർധന സൃഷ്ടിച്ചതായും ആരോപണങ്ങളുണ്ട്. ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, തെക്കൻ കർണാടക എന്നിവിടങ്ങളിലാണ് കേരളത്തിലേക്ക് പുഴുക്കലരി ഇനങ്ങൾ വരുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് പച്ചയരികൾ വരുന്നത്. ബംഗാളിൽ നിന്നാകട്ടെ ബിരിയാണി അരി എത്തുന്നുണ്ട്. രാജ്യത്ത് അരി ഉൽപാദനം റെക്കോർഡ് തോതിൽ വർദ്ധിച്ചിട്ടും സംസ്ഥാനത്ത് അരിവില വർധനവിൽ വ്യാപാര മേഖലയിലും ആശങ്ക വർദ്ധിക്കുകയാണ്. എന്തായാലും ഇനി കഞ്ഞുകൂടി മുട്ടുമെന്ന് ഉറപ്പാക്കാം. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.